ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു മിസ്റ്റിക് മോർണിംഗ് മെസ്സേജസ്. അപ്പോൾ ഇന്നത്തെ ഇൻഫർമേഷൻ ഇന്നൊരു ഓവർ തിങ്കിങ്ങിനെ കുറിച്ചുള്ള ഒരു മെസ്സേജുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ്, നമ്മുടെ മൈൻഡിൽ എപ്പോഴും നമ്മൾ അറിയാതെ തന്നെ ഇങ്ങനെ ചിന്തകൾ എപ്പോഴും നടക്കുന്നുണ്ട് അല്ലേ. തോട്ട്സ് എപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അത് കുറച്ചല്ല, ശരിക്കും പറഞ്ഞാൽ ഓടിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ പോരാ, അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ എത്ര അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് ആക്ച്വലി ചിന്തകൾ വരുന്നതല്ല പ്രശ്നം. ഇവിടെ ആ ചിന്തകൾ പോകുന്ന വഴിയാണ് നമുക്ക് പ്രശ്നം. ആ ചിന്തകൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഒരു നെഗറ്റീവ് തിങ്കിങ്ങിലേക്ക് കൂടുതൽ പോകുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അത് നമുക്ക് നല്ലതല്ലാത്തത്. നെഗറ്റീവ് തിങ്കിങ്ങിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെറിയൊരു കാര്യം കിട്ടിയാൽ മതി. ചിലപ്പോൾ അതിനെ ഊതി പെരുപ്പിച്ച് ആലോചിച്ച് അതിന്റെ നെഗറ്റീവ് വശങ്ങളിലേക്ക് പോയി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇല്ലാത്ത അസുഖങ്ങളൊക്കെ വരുത്തി വെക്കും. ശരിക്കും പറഞ്ഞാൽ ഈ ചിന്തകൾ കാരണം തന്നെ പല അസുഖങ്ങളും വരും നമുക്ക് അല്ലെ. അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യാൻ ചെറിയ ചെറിയ മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, അത് പലരും പറഞ്ഞും ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ഞാനും എനിക്കറിയുന്ന ഷെയർ ചെയ്യാണ്. ചെറിയ ട്രിക്സ് ആണ്. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ആണ് ആദ്യമായിട്ട് പറഞ്ഞു തന്നത്. അവൾക്ക് ആദ്യം തന്നെ ഒരു താങ്ക്സ് ഇവിടെ. ആൻഡ് അതെനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ചിലവരൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, ഒരു ചെറിയൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം ഞാൻ പറഞ്ഞു, സ്റ്റോപ്പ് എന്ന് പറയാം. ഓക്കെ, അങ്ങനെ ചിന്തകൾ ഒരുപാട് നമ്മുടെ മൈൻഡിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യം വേണ്ടത് ശ്രദ്ധ. നമ്മുടെ മനസ്സ്, പ്രത്യേകിച്ച് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിഷമത്തിലോ കാര്യത്തിലോ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധ മൈൻഡിലേക്ക്, നിങ്ങളുടെ തോട്ട്സിലേക്ക്, ചിന്തകളിലേക്ക് ഒന്ന് കൊടുക്കുക. അതെങ്ങനെ ഒരുപാട് ഓവർ ഇതിലേക്ക് പോകുന്നുണ്ടോ, ആലോചിച്ച് കൂട്ടുന്നുണ്ടോ എന്നുള്ളത് ആലോചിക്കുക. എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ പോകുന്നു എന്ന് കാണുമ്പോൾ നിങ്ങൾ അവിടെ ഉടനെ സ്റ്റോപ്പ് എന്ന് പറയാം. ആക്ച്വലി അത് മാത്രമല്ല, ശരിക്കും ഇങ്ങനെ ക്ലാപ്പ് ചെയ്യും. ഓക്കെ, ക്ലാപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ടേബിളിലോ എവിടെയെങ്കിലും തട്ടാം. എവിടെയെങ്കിലും അടുത്തുള്ള കൈ വേദനിപ്പിക്കൊന്നും വേണ്ട, സൂക്ഷിച്ച്. ഓക്കെ, പക്ഷെ ഒരു സൗണ്ട് ഉണ്ടാക്കുക, ഒരു പെട്ടെന്നൊരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. സ്റ്റോപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാപ്പ് ചെയ്യാം, അല്ലെങ്കിൽ സൗണ്ട് ഉണ്ടാക്കാം. ഓക്കെ, ആക്ച്വലി എന്തെങ്കിലും ഒന്ന് ഒരു ഇളകുക, എന്തെങ്കിലും ഒന്ന് ചെയ്യാം. ഓക്കെ, പെട്ടെന്ന് നമ്മളെ തന്നെ ഒന്നിങ്ങനെ കുടയാം. ഓക്കെ, ഇതൊക്കെ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒന്ന് പെട്ടെന്ന് അങ്ങനെ ചിന്ത പോകണോ, തലയൊന്ന് കുടയാം, നോ എന്ന് പറയാം. അപ്പോൾ നമ്മൾ അവിടെ തന്നെ ഒരു സ്റ്റോപ്പായി പോകും. നമ്മുടെ തോട്ട്സ് ഒരു സെക്കൻഡിന് സ്റ്റോപ്പ് ആവും. ഓക്കെ, വീണ്ടും അപ്പം തന്നെ വരാൻ തുടങ്ങും. പക്ഷെ ആ ഒരു ഗ്യാപ്പ് കിട്ടുന്നതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ എന്താണെന്ന് വെച്ചാൽ, ഇനി നിങ്ങളുടെ കയ്യിൽ അത് കൺട്രോൾ കിട്ടി. ഇനി നിങ്ങളുടെ കയ്യിൽ ആ ഒരു ചിന്തകളെ നിങ്ങൾക്ക് ശരിക്കും ഇങ്ങനെ നമ്മൾ കടിഞ്ഞാണ് നമ്മുടെ കയ്യിൽ കിട്ടിയ ഒരു ഫീലിംഗ് ആണ്. അവിടെ പിടിച്ച് നിങ്ങൾക്ക് നിർത്താൻ സാധിച്ചു അല്ലെ. നിർത്താൻ സാധിച്ചാൽ അത് എങ്ങോട്ട് പോകണം എന്നുള്ളതും നിങ്ങൾക്ക് നിശ്ചയിക്കാൻ ഇനി അത് നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിൽ ആ ഒരു കൺട്രോൾ കിട്ടിക്കഴിഞ്ഞാൽ ആ ചിന്തകളെ എങ്ങോട്ട് തിരിക്കുന്നത് നിങ്ങൾ തീരുമാനിക്കാൻ. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക, ഈ ചിന്ത നെഗറ്റീവിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ, അവിടെ അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ, ഇത്രയൊക്കെ ആലോചിച്ച് കൂട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, നിങ്ങൾ നെഗറ്റീവിലേക്ക് പോയത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ, അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ആണോ കിട്ടുന്നത് എന്നൊന്ന് ചിന്തിച്ചു തുടങ്ങാം. ഓക്കെ, അവിടുന്ന് പിന്നെ നിങ്ങൾ മനസ്സിനെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും, വേണ്ട ഇനി ആ ചിന്തകളിലേക്ക് ഇനി പോകണ്ട, നീ ഒന്ന് മാറ്റി ചിന്തിക്കും. എന്തിനാണ് നമ്മുടെ മുമ്പിൽ കാണുന്ന കാര്യങ്ങൾ, എന്തിനാണ് നമ്മൾ അപ്പോഴേക്കും നെഗറ്റീവേ നടക്കുള്ളൂ, എല്ലാം ഇങ്ങനെ തന്നെയാണ്, എല്ലാം മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞു. വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണാം. നിങ്ങൾ നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നെഗറ്റീവ് തന്നെ നിങ്ങൾക്ക് തിരിച്ചു വരും. സോ എപ്പോഴും നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം നിങ്ങൾ ആലോചിച്ച് കൂട്ടുന്ന ഈ നെഗറ്റീവ് ആലോചിച്ച് കൂട്ടുന്നത്, അതുകൊണ്ടാണ് വേണ്ടാന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൈൻഡിനെ അവിടെ നിന്ന് ഡൈവേർട്ട് ചെയ്യാം. ഓക്കെ, ശരിയാണ്, ഇപ്പോൾ പ്രശ്നമുണ്ട്, സാരമില്ല, പ്രോബ്ലംസ് ഉണ്ട്, നമുക്ക് മാറ്റിയെടുക്കാം, ശരിയാക്കിയെടുക്കാം, മാറിക്കോളും, നമ്മുടെ കയ്യിൽ കൺട്രോൾ ഉണ്ട്, നമ്മൾക്ക് ചെയ്യാൻ പറ്റിയത് എന്താണ് നോക്കുക. അങ്ങനെ അടുത്ത സ്റ്റെപ്പിലേക്ക് നിങ്ങളൊന്ന് ചിന്തകളെ കടത്തി തുടങ്ങാം. പ്രോബ്ലംസിലല്ലാതെ സൊല്യൂഷനിലേക്ക് മനസ്സിനെ കൊണ്ടുപോകാം. ഓക്കെ, എന്താണ് ഇതിന് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് തുടങ്ങും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ വരാൻ തുടങ്ങും. ഇതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. താങ്ക് യു.